ഹായ് എവരി വൺ, ബ്ലൂം ആഫ്റ്റർ റെയിനിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സെക്കൻഡ് പാർട്ടായിട്ട് ഇന്നലത്തേൻ്റെ ബാക്കിയായിട്ടാണ് ഇന്ന് വന്നേക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എൻ്റെ രണ്ടാമത്തെ മോൾ ഇവാന ജിനുവാണ്. അവളിതേപോലെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഡ്രാഫ്റ്റിലിട്ടിങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ നവംബറിലാണ് ഫസ്റ്റ് വീഡിയോ ഞങ്ങളിതിൽ പോസ്റ്റ് ചെയ്യുന്നത്. അത് വെറുതെ അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ചാനൽ തുടങ്ങണം അങ്ങനെയുള്ള ഒരു പ്ലാനും ഇല്ല, വെറുതെ അങ്ങ് തുടങ്ങിയതാണ്. വെറുതെ ഒരു 2-3 പോസ്റ്റ് അങ്ങ് ഇട്ടതായിരുന്നു. പക്ഷേ പിന്നെ കറക്റ്റ് ഇതിന് പേരിടാൻ ഉള്ള സാഹചര്യം എന്താ പറയുക, ജാനുവരി 16 എൻ്റെ മോൾക്കൊരു സർജറിയുടെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം കേട്ടോ. അഡ്മിറ്റായി. അപ്പം 19-ാം തീയതിയാണ്. അത്യാവശ്യം നല്ലൊരു വലിയ മേജർ സർജറി തന്നെയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഈ സർജറി കഴിഞ്ഞ് വരുവാണെങ്കിൽ അവൾക്കതൊരു പുതിയ ലൈഫ് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവൾ കുറച്ച് സ്ട്രഗിളൊക്കെ ചെയ്താണ് വന്നേക്കും. കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവൾ വന്നേക്കണം. അപ്പം ഈ ഒരു സർജറി അവൾക്കൊരു പുതിയ തുടക്കം തന്നെ ആയിരിക്കും. അപ്പം എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ വെറുതെ, കാരണം ഞാനും അവൾ ഇനി കുറച്ച് നാളത്തേക്ക് വെറുതെ ഇരിപ്പാണ്. അപ്പം ഞങ്ങൾക്ക് ടൈമുണ്ടെന്നാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന്, ഈ ചാനലിന് ഒരു പേരൊക്കെ കൊടുക്കാമല്ലോ എന്നും വെച്ചിട്ട് അവിടെ ഇരുന്നിട്ടാണ് ഞാൻ ബ്ലൂം ആഫ്റ്റർ റെയിൻ എന്ന് പറയുന്ന നെയിം ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അത് ഞാൻ സത്യം പറഞ്ഞാൽ ChatGPT വഴിയാണ് എനിക്കിങ്ങനെ ഒരു പേര് കിട്ടിയത്. അങ്ങനെയാണ് ഫസ്റ്റ് ഈ ചാനലിന് ബ്ലൂം ആഫ്റ്റർ റെയിൻ എന്ന് പറയുന്ന പേര് ഞങ്ങൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബായ്, ഒരിക്കൽ കൂടി ബായ് പറയാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇതിലുപരിയായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബായ്.